വെൽക്കം ടു പാർട്ട് 2 ഓഫ് എക്കണോമിക് പ്രിലിംസ് PYQ സീരീസ്. 2025 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ സോഴ്സസ് ഓഫ് ഇൻകം ഫോർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? RBIയുടെ ഇൻകം അല്ലെങ്കിൽ RBI എവിടെ നിന്നൊക്കെ ഇൻകം ഏൺ ചെയ്യുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. നോർമലി നമുക്കറിയാം ഫങ്ഷൻസ് ഓഫ് RBI എന്തൊക്കെ സെക്ടേഴ്സ് മാനേജ് ചെയ്യുന്നു, ഇതെല്ലാം UPSCയുടെ ഒരു കോർ ഏരിയ ആണ്, UPSCയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഇത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗവൺമെന്റ് ബോണ്ട്സ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫോറിൻ കറൻസി, പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ്, ലെൻഡിങ് ടു പ്രൈവറ്റ് കമ്പനീസ്, പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കറൻസി നോട്ട്സ്. ഇതൊരു കോമ്പിനേഷൻ ടൈപ്പാണ് ഇവിടെ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. കോമ്പിനേഷൻ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യുന്നത് എലിമിനേഷൻ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം ഓരോ ഫാക്റ്റ് നമുക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാളും ഈസിയസ്റ്റ് നമുക്ക് ടൈം സേവ് ചെയ്യാൻ എളുപ്പം എലിമിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഫസ്റ്റ് നമുക്കറിയാം ബൈയിങ് ആൻഡ് സെല്ലിങ് ഗവൺമെൻറ് ബോണ്ട്സ്. ഗവൺമെൻറ് ബോണ്ട്സിൻ്റെ മാനേജ് ചെയ്യുന്നതും ഗവൺമെൻറ്റിൻ്റെ ബിഹാഫിൽ അത് ഇഷ്യൂ ചെയ്യുന്നതും RBI ആണ് നമുക്കറിയാം. അതൊരു RBIയുടെ മേജർ ഫംഗ്ഷനാണ് ഗവൺമെൻറ് ബോണ്ട്സ് അല്ലെങ്കിൽ ഈ ട്രഷറി ബിൽസ് പോലെയുള്ള ബോണ്ട്സിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ആണ് നമുക്കറിയാം. ഫസ്റ്റ് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫോറിൻ കറൻസി. നമുക്കറിയാം ഇന്ത്യയിൽ RBI ആണ് ഫോറിൻ കറൻസി മാനേജ് ചെയ്യുന്നത്. ഫോറക്സിൻ്റെ റിസർവ് ഹാൻഡിൽ ചെയ്യുന്നതും അത് മാനേജ് ചെയ്യുന്നതും RBI ആണ്. RBIയുടെ ഒരു മേജർ ഫംഗ്ഷനാണ് ഫോറക്സ് റിസർവ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഡിപ്രിസിയേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അപ്രിസിയേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് RBIയുടെ മേജർ ഫംഗ്ഷൻ. അപ്പോൾ ഫോറക്സ് റിസർവ് ഹാൻഡിൽ ചെയ്യുന്ന RBI ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇൻകം RBIയുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഏതൊക്കെ സോഴ്സ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുണ്ടാകുന്ന ഇൻട്രസ്റ്റ് വരാം, ഫോറിൻ കറൻസിയിൽ ഉണ്ടാകുന്ന വാല്യൂ വേരിയേഷൻസിലൂടെ വരുന്ന വാല്യൂ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ വഴി കിട്ടുന്ന ഇൻകം, അതും ഇതിലെ ഇൻകമാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് ഇവിടെ. കാരണം തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ഓപ്ഷൻ നമ്മൾ ഓൾറെഡി ഇതിൽ എലിമിനേറ്റ് ആയിപ്പോയി. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് റോങ്. കാരണം പെൻഷൻ ഫണ്ട് മാനേജ് ചെയ്യുന്ന PFRDAയുടെ അണ്ടറിൽ വരുന്ന ഏജൻസീസാണ് പെൻഷൻ ഫണ്ടിനെ മാനേജ് ചെയ്യുന്നത്. RBIയുടെ ഡയറക്റ്റ് ഫംഗ്ഷനിൽ വരുന്നില്ല. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ലെൻഡിങ് ടു പ്രൈവറ്റ് കമ്പനീസ്. നമുക്കറിയാം RBIയുടെ മേജർ ഫംഗ്ഷൻസിൽ വരുന്നത് ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് RBIനെ വിളിക്കുന്നത്. അതായത് ബാങ്കുകൾക്കുള്ള ഒരു സെൻട്രൽ ബാങ്കായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് ആക്ട് ചെയ്യും. ഇതാണ് മേജർ ഫംഗ്ഷൻസ്. അവിടെ പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ലെൻഡ് ചെയ്യുകയോ പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന ഒരു ഫംഗ്ഷൻ RBIക്കില്ല. അതുകൊണ്ട് തന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം പ്രിൻറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കറൻസി നോട്ട്സ്. ഇത് RBIയുടെ ഒരു മേജർ ഫംഗ്ഷനാണ്. കറൻസി പ്രിൻറ്റിങ് ചെയ്യുന്നതും കറൻസി പ്രിൻറ്റിങ് വഴി ഉണ്ടാകുന്ന സിഗ്നറേജ് എന്ന് പറയും. സിഗ്നറേജ് RBI പ്രിന്റ് ചെയ്യുന്ന കറൻസിയുടെ ഫേസ് വാല്യൂയും കോസ്റ്റ് ഓഫ് പ്രിൻറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസിൽ കിട്ടുന്ന ഇൻകമാണ് പ്രിൻറ്റിംഗ് വഴി ഉണ്ടാകുന്ന RBIയുടെ ഇൻകം. അതുകൊണ്ട് തന്നെ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ D 1, 2, 5 ആണ് കറക്റ്റ് ആൻസർ.